ഹലോ, ഗുഡ് ഈവനിങ്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കുറച്ചൊന്ന് കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഇവിടെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ഒരു പലഹാരമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞ് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് പാനിയാക്കി എടുത്ത് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ, ഞാനത് വിട്ടു പോയിട്ടുണ്ട്. ഇനി ആ ശർക്കര പാനി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ അല്പം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നെയ്യ് തൂവിയതിന് ശേഷം ഒരുപാട് കനത്തിലല്ലാണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റും ചെയ്യാം. ഇത് ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പഴം കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്തോളും. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. താങ്ക് യു.